ശ്രീ സജിൻ, നമ്മൾ ഈ കേസിന്റെ വിചാരണക്കിടെ പല കാര്യങ്ങൾ അഭിമുഖീകരിച്ചു. പ്രതിഭാഗത്തു നിന്ന് വന്ന സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ഒടുവിൽ ഈ ശിക്ഷ പരമാവധി ലഘുവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാദത്തിലും ഉന്നയിച്ച ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും. ആ റിലേഷൻഷിപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഗ്രീഷ്മ പിന്മാറാൻ തയ്യാറായി. പക്ഷേ അത് ഷാരോൺ സമ്മതിച്ചിരുന്നില്ല. ഷാരോണിന്റെ കയ്യിലുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ അറ്റ കൈക്ക് ചെയ്തു പോയതാണ്. അതിന് പരമാവധി കുറഞ്ഞ ശിക്ഷ വേണമെന്നുള്ളതാണ് ശിക്ഷാവിധിയുടെ സമയത്ത് ഇവിടെ പ്രതിഭാഗം വാദിച്ചുകൊണ്ടിരുന്നത്. ഈ റിലേഷൻഷിപ്പ് താങ്കൾക്ക് അറിയാം എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചേട്ടന് അങ്ങനെ ചെയ്യത്തുമില്ല. അങ്ങനത്തെ എന്താ പറയുക, ഇപ്പോൾ എന്നോടും എതിർഭാഗം വക്കീൽ കോടതി കയറിയ സമയത്തും ചോദിച്ചിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനത്തെ എവിഡൻസുകളൊന്നും ഇല്ല. നമുക്ക് ചേട്ടൻ്റെ ഫോണൊക്കെ ഉണ്ട് അവിടെ. സോ അതിൽ ചെക്ക് ചെയ്താലും എന്ത് നോക്കിയാലും ചേട്ടൻ്റെ ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഗ്രീഷ്മ ഇങ്ങോട്ടാണ് ഇവരെ പിരിഞ്ഞതിന് ശേഷം വന്നതും, ചാറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് വന്നത്. ആ ഒരു റിലേഷൻ ഇവർ സ്റ്റോപ്പ് ചെയ്ത ഗ്രീഷ്മ ഇങ്ങോട്ടാണ് മെസ്സേജ് ചെയ്ത് വരികയും പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതെ, അതായത് അവളുടെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ഇവർ തമ്മിൽ പിണക്കത്തിലാവുകയും, സോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം വീണ്ടും ഗ്രീഷ്മയാണ് മെസ്സേജ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതും ചേട്ടനായിട്ട് അടുക്കുന്നതും വീണ്ടും. അതെ, അത് ഈ ഫോട്ടോകളൊക്കെ ഉണ്ടാകുമോ എന്ന ഭയത്തിലായിരിക്കുമോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ചേട്ടനെ രണ്ടാമത് വിളിച്ച് അവക്ക് ഇല്ലാണ്ടാക്കണമായിരുന്നു മെസ്സേജ് ചെയ്തൊക്കെ ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല ചേട്ടൻ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ പ്രതിഭാഗം ഒരു വാദം എന്നുള്ള നിലയിൽ ഉന്നയിച്ചതാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ വാദം.